ആതിരത്തെന്നലോ താരകളോ ഇടയ മുരളികയോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കഴിച്ചതാണ് ഈ ഒരു സ്നാക്സ്. പിന്നെ കട്ടൻ ചായയും കുടിച്ചു കേട്ടോ. എനിക്ക് പാൽ ചായ ഇഷ്ടമല്ല, അതുകൊണ്ട് കട്ടൻ ചായ ഞാൻ കുടിച്ചു കേട്ടോ. അപ്പം അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ടെറസിലേക്ക് പോയി. ടെറസിൽ പ്രകൃതി മഴ പെയ്ത് കഴിഞ്ഞ ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ടെറസിൽ പോയിട്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ അതിൽ കൂടെയൊക്കെ നടന്നു ഞാൻ. അപ്പം ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. കണ്ടില്ലെന്ന് അറിയാൻ ഞാൻ പറഞ്ഞത് വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നിറച്ച് മാതല വീട് എടുക്കാണ്. അപ്പം അതൊക്കെ ഇട്ടിട്ട് പിന്നെ നോക്കുമ്പോൾ എനിക്ക് കുറേ കിളികൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പം നല്ലൊരു നമ്മുടെ പ്രകൃതി രമണീയത അത് കാണിച്ചു തരാൻ വിചാരിച്ചു ഗൈസ്. പിന്നെന്താ മതിലൊക്കെ മഴ ആയിട്ട് ഇങ്ങനെ എൻ്റെ പേരൻക്കറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ ഇങ്ങനെ എടുത്തതാണ്, വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ താഴേക്കറി വന്നിട്ട് ഈ ഒരു സംഭവം കഴിച്ചിട്ട് ഇതൊരു ബണ്ണാണ്, അത് കഴിച്ചു. അത് ഞാൻ സ്കൂളിൽ നിന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്ക് ഇന്ന് സ്റ്റഡി ചെയ്യാനുള്ള കോൺജസ്റ്റ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി. ഇത് എപ്പോഴും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ചില ദിവസം ഞാൻ ചെയ്യാറുണ്ട്. ഇത് ചെയ്യാത്ത ദിവസം ഞാൻ പിറ്റേന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഹോംവർക്ക് വേറെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ അത് എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പം ഇന്ന് ഇംഗ്ലീഷ്, ബോട്ടണി, കെമിസ്ട്രി അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അപ്പം അതൊക്കെ ഞാനാണെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ചെയ്താറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞാൻ എൻ്റെ പില്ലോ ജസ്റ്റ് ഒന്ന് ശരിയാക്കി വെച്ചാണ്. അത് ശരിയായിട്ടിരുന്നില്ല, അപ്പോൾ ഞാനത് ശരിയാക്കി വെച്ചു. പിന്നെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ കോലം കണ്ടു ഗൈസ്. ഞാനിതിങ്ങനെ ഇന്ന് രാവിലെ പോയപ്പോൾ ഇങ്ങനെ കടന്നാണ്. അപ്പോൾ ഞാൻ ബാഗിൽ നിന്ന് എൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട് വച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ക്യൂട്ട്നെസ് ഉള്ള എൻ്റെ ക്യൂട്ടായിട്ടുള്ള റബ്ബർ ആൻഡ് നല്ല ക്യൂട്ടുള്ളതാണ്. പിന്നെ ഇതാണ് എൻ്റെ വലിയ ഇതാണിത്. ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന മിററാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ഒരുപാട് ഫാൻസ് ഉള്ളൊരു മിററാണ് ഗൈസ്. പിന്നെ ഞങ്ങളിത് പൗച്ചിൻ്റെ ഉള്ളിൽ വയ്ക്കും. അങ്ങനെയാണ് ഗൈസ് സംഭവം. അപ്പോൾ പിന്നെന്താ, അതിനുശേഷം ഞാൻ എന്തൊക്കെയോ ഓരോരോ സംഭവങ്ങൾ ക്യൂട്ട്നെസ് അത് കാണിക്കേണ്ട. പിന്നെ ഇതാണ് ഗൈസിൻ്റെ ഡ്രസ്സ്. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ, അതിന് മുമ്പുള്ള ഡ്രസ്സാണിത്. പിന്നെ ഞാൻ എൻ്റെ കർട്ടൻ, ഇത് എൻ്റെ റൂമിലത്തെ കർട്ടനല്ല, വേറെ റൂമിലത്തെ കർട്ടനാണ്. എൻ്റെ വീട്ടിൽ തന്നെ വേറെ റൂമിലത്തെ കർട്ടനാണ്. അപ്പോൾ അത് ഞാനൊരു ചുമ്മാ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരുന്നു. നാട്ടിയായിട്ടൊക്കെ നല്ലൊരു എസ്തെറ്റിക് അല്ലായിരുന്നു അത്. പിന്നെ ഞാൻ എന്തൊക്കെ കാണിക്കുന്ന ഗൈസ്, ഞാൻ എങ്ങോട്ടും നടന്നു പോകണം. അപ്പോൾ ഞാൻ വെറുതെ എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും എന്തൊക്കെയോ മിറർ കണ്ട എപ്പോൾ ഫോട്ടോ കണ്ട അതല്ലേ ഗൈസ് ഇപ്പോഴത്തെ ഒരിത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് കുളിക്കണം. ഇതിന് കുളിച്ചില്ല ഗൈസ്, ഞാൻ വൈകി കുളിക്കാറ് വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡ് പാരഷൂട്ട് ആ സംഭവം ഞാൻ എൻ്റെ ഹെഡിൽ കുളിച്ച് കഴിഞ്ഞിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് സംഭവം. അതിന് എനിക്കിപ്പോഴും തേക്കാറുണ്ട് ഗൈസ്. അതുകൊണ്ട് തലയൊക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ച് മുകളിലിങ്ങനെ നമ്മൾ കെട്ടി വയ്ക്കില്ലേ, അങ്ങനെ ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ നിസ്കരിച്ചു ഗൈസ്. അപ്പം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ എടുക്കുന്നുണ്ട് ഗൈസ്. ചുമ്മാ വെറുതെ അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ ഒരു ലോഡിന് ഒരു കിൻഡിൽ പിടിക്കാനുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ അതൊക്കെ കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു ഗൈസ്. കുറേ ഹോംവർക്ക് തന്നോളൂ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു സമയം ഒരു 8-8:30 ആയി കാണും കേട്ടോ. എൻ്റെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞത്തേക്കും ഈ ഒരു ടൈമായി കാണും. അങ്ങനെ ഞാൻ പറയില്ലേ വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ എനിക്കൊരു 2 പ്രാവശ്യം വരച്ചാൽ 10 പ്രാവശ്യം ആക്കണം, ആ ഒരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ആ സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. ടേബിളാണ്. അപ്പം എനിക്ക് ചെരിഞ്ഞു ഒരു പെർഫെക്ഷനിസ്റ്റ്, അതുകൊണ്ട് വരെയൊക്കെ ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ബോട്ടണി അതും ഞാൻ കുറച്ച് നേരം പഠിച്ചു. പിന്നെ ഇത് എന്തൊക്കെയോ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. പക്ഷേ നിങ്ങൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്നാലാണ് എനിക്കൊരു ഇനിയും ഇടാനുള്ളൊരു സന്മനസ് ഉണ്ടാവാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ ഗൈസ്, എന്തൊക്കെ ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല. നിങ്ങൾ നാക്ക് പറഞ്ഞിങ്ങനെ കുഴഞ്ഞ് കളിക്കണം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സുവോളജി പഠിച്ചു. എന്തൊക്കെയൊക്കെയോ പഠിക്കുന്നുണ്ട് ഞാൻ ഗൈസ്. പിന്നെ എൻ്റെ പൗച്ച് ഇങ്ങനെ എടുത്തറിഞ്ഞ് നിൽക്കാമല്ലേ. അപ്പം അങ്ങനെ ഞാൻ സുവോളജി തന്നെയാണ് പഠിക്കുന്നത്. സുവോളജി ബോട്ടണിയാണ് സുവോളജി അല്ല. അപ്പം ഇത് സുവോളജി പഠിക്കുന്നത് കേട്ടോ. അതെൻ്റെ ടൈം ടേബിളൊക്കെ നോക്കി ബുക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അതിനുശേഷം നോക്കുമ്പോൾ പൗച്ച് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഈ കണ്ണാടി ഞാൻ കൊണ്ടുവരണ്ടെന്ന്. പിന്നെ എൻ്റെ പെൻസിലൊക്കെ ഞാനെടുത്ത് വച്ചിട്ട് ബാഗ് പിന്നെ ശരിയാക്കാണ് കേട്ടോ. അപ്പം ബാഗിലേക്ക് ഞാൻ എല്ലാ ബുക്കും എടുത്ത് വെച്ചു. അങ്ങനെ ബാഗും ഞാൻ സെറ്റാക്കാണ്. അപ്പം അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോവാറ്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ആണെങ്കിൽ ബാഗിൽ
കുപ്പിയും എന്താ ഫുഡ് കഴിച്ച പാത്രം വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ എനിക്കിന്ന് ഫുഡിന് ഒരു ഫിഷ് ഫ്രൈയും ഫിഷ് കറിയുമായിരുന്നു ഗൈസ്. അതും കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ ഒന്ന് പഠിച്ചു. കുറച്ച് ഉണ്ടായിരുന്നു പഠിക്കും, ബോട്ടണി കുറച്ച്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചിട്ട് പിന്നെ ഞാൻ കേട്ടുന്നു ഗൈസ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ലൈക്കും ചെയ്യണം. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ.